ഒരു ഘട്ടത്തിൽ ഇന്ത്യ മുന്നണി, INDIA മുന്നണിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും റൈസിംഗ് സ്റ്റാറായിട്ട് വന്നതാണ്. മമതാ ബാനർജിയും അഖിലേഷ് യാദവും അതുപോലെ ശരത് പവാറും അടക്കമുള്ള വലിയ അല്ലെ CPMനും CPIക്കൊന്നും അവിടെ ഒന്നും ചെയ്യാനില്ല. കേരളം വിട്ടാൽ അവർക്ക് ഈ അറബിക്കടൽ വിട്ടാൽ പിന്നെ അവർക്കൊന്നും ചെയ്യാനില്ല. ചുമ്മാ വർത്താനം പറയും. പ്രത്യേകിച്ച് പ്രകാശ് കാരാട്ടോ സീതാറാം യെച്ചൂരിയൊക്കെ നേതൃത്വത്തിലുണ്ടായിരുന്നപ്പോൾ കുറേ കൂടി സീതാറാം യെച്ചൂരിയുടെയൊക്കെ വാക്കുകൾ അവിടുത്തെ അഖിലേന്ത്യാ തലത്തിലുള്ള മറ്റ് പാർട്ടികൾക്ക് MA ബേബി എവിടെ നിന്ന് ഈ കേരളം കാസർഗോഡ് വിട്ടാൽ കന്യാകുമാരി വിട്ടാലും ഇങ്ങോട്ട് പിന്നെ കടലാണ്. കാസർഗോഡ് വിട്ടാൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വാക്ക് കേൾക്കുള്ളൂ. അതുകൊണ്ട് അത് ഇവിടെ കിടന്ന് കറങ്ങണമല്ലാതെ അദ്ദേഹം ദേശീയ ജനറൽ സെക്രട്ടറി ഒന്നുമില്ല, കേരളത്തിലെ ജനറൽ സെക്രട്ടറിയാണ്. അവിടെ ഒരു കാര്യം ചെയ്യില്ല. പിന്നെ ഡി രാജയ്ക്കൊന്നും ഒരു കാര്യമില്ല. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ദേശീയ തലത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് അഖിലേഷ് യാദവിൻ്റെയും അതുപോലെ മമതാ ബാനർജിയുടെയും അങ്ങനെയുള്ള സംവിധാനങ്ങളാണ്. അതിനകത്ത് വലിയ പൊളിച്ചെഴുത്താണ് വന്നിരിക്കുന്നത്. മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പ് നോക്കൂ. മഹാരാഷ്ട്രയിൽ BJP മുന്നണിയും NDAയും ബാൽ താക്കറെ അടക്കമുള്ള കുടുംബത്തെ അടിച്ച് നിലംപരശാക്കി അജിത് പവാർ അടക്കമുള്ള ആളുകൾക്കെല്ലാം എല്ലാ സംവിധാനങ്ങളെയും അടിച്ചുടച്ചുകൊണ്ട് BJPയും NDAയും മുന്നോട്ട് പോയിരിക്കുകയാണ്. വളരെയധികം മുന്നോട്ട് പോയി. ബോംബെ പിന്നെ ഗ്രേറ്റർ ബോംബെയുടെ തിരഞ്ഞെടുപ്പായാലും പൂനെയുടെ തിരഞ്ഞെടുപ്പായാലും വളരെ വലിയ തോതിൽ BJPയും NDA മുന്നണിയും അവിടെ മുന്നോട്ട് പോയി. അതുപോലെ തന്നെ വടക്കൻ കാര്യങ്ങൾ ഇന്നിപ്പോൾ ഈ 88 രാജ്യങ്ങൾ വന്നുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നടത്തിയ സമ്മിറ്റ് ഉണ്ട്. AIയുടെ ഭാരത മണ്ഡപത്തിൽ നടന്ന AIയുടെ സമ്മിറ്റ് ഉണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സമ്മിറ്റ്. 88 രാജ്യങ്ങൾ ഒപ്പുവെച്ച ഓപ്പൺ AIയുടെ കമ്പനിയുമായി അല്ലെങ്കിൽ സംവിധാനവുമായി ടാറ്റ കമ്പനി ഒപ്പുവെച്ച റിലയൻസിൻ്റെ കമ്പനി 10 ലക്ഷം കോടി രൂപ AIയിലേക്ക് മാറ്റിവെക്കുന്ന അതിബൃഹത്തായ ഒരു പദ്ധതി ഈ രാജ്യത്ത് നടന്നപ്പോൾ മാത്രമല്ല, അവിടെ ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ, മേധാവി പറഞ്ഞതുപോലെ, ഇന്ത്യ എന്ന് പറയുന്നത് 140 കോടി ജനങ്ങൾ ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് പോയത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുന്നു. എങ്ങനെ ഇത് സാധിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്ന, പുതിയ ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന വലിയ മഹത്തായ ഒരു സമ്മേളനം ഡൽഹിയിൽ നടന്നു. അതിൻ്റെ ഒന്നാം ദിവസം അതിൻ്റെ നടത്തിപ്പിൽ ചില പിഴവുകളുണ്ടായി. അശ്വിനി വൈഷ്ണവ് മാപ്പൊക്കെ പറഞ്ഞു. പക്ഷേ അതിനേക്കാൾ പ്രധാനം ലോകരാഷ്ട്രങ്ങളിടയിൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിടയിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിയുടെ പേര് താഴേക്ക് ഗ്രാഫ് പോകുന്നു. മറ്റൊന്നുമല്ല, ഒരു 10-15 ചെറുപ്പക്കാർ ബനിയൻ ഊരിക്കൊണ്ടുവന്ന് അവിടെ പ്രതീകാത്മകമായി ബഹളം കാണിച്ചു. ഒരു കാരണവശാലും അവിടെ അങ്ങനെ ഒരു ബഹളം ആ സമ്മേളന വേദിയിൽ കാണിക്കാൻ പാടില്ലായിരുന്നു. പ്രതിഷേധം മറ്റേതെങ്കിലും ഇടങ്ങളിൽ ആകണമായിരുന്നു. കാരണം 88 രാജ്യങ്ങൾ വന്ന് കരാർ ഒപ്പുവയ്ക്കുന്ന വേദിയിൽ ലോകത്ത് ഏതെങ്കിലും രാജ്യത്ത് ഇത് സംഭവിക്കുമോ? കോൺഗ്രസിന് അവിടെ അടിപതറി. അതിൻ്റെയൊക്കെ ഫലമെന്ന് പറയുന്നത് INDA മുന്നണി നിലം പരിശാകുന്ന കാഴ്ചയാണ് കാണുന്നത്. രാഹുൽ ഗാന്ധി വോട്ട് ചോരിയൊക്കെ കൊണ്ടുവന്നപ്പോൾ വളരെ കൃത്യമായി അത് ഇലക്ഷൻ കമ്മീഷൻ അവരുടേതായ ലൈനിൽ അവർ കൊണ്ടുവരികയും അവസാനം അവർ ഡേറ്റ വെച്ച് കളിക്കുകയും ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് പലതും പിൻവലിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ വിഴുങ്ങേണ്ടി വരികയോ ചെയ്ത ഒരു ദേശീയ രാഷ്ട്രീയമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് കഴിഞ്ഞ കുറച്ചു കാലമായി മാറുന്നു. ഇപ്പോൾ അഖിലേഷ് യാദവ് ഇന്നലെ പറഞ്ഞു, രാഹുൽ ഗാന്ധിയെ വെച്ച് എങ്ങനെയാണ് ഈ സംവിധാനം മുന്നോട്ട് പോവുക? പ്രത്യേകിച്ച് മഹാരാഷ്ട്ര കയ്യിലില്ല, അതവിടെ നിന്ന് പോയി. ബംഗാൾ കയ്യിലില്ല, കേരളം ഇനി കിട്ടുമെന്നറിയില്ല. മറ്റേത് സ്റ്റേറ്റിന്, കർണാടകം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആന്ധ്രാപ്രദേശോ ഹൈദരാബാദോ കർണാടകമോ ഏതെങ്കിലുമൊക്കെ 1-2 സ്റ്റേറ്റ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യത്തെ കൈകാര്യം ചെയ്യുക എന്ന് യാതൊരു ധാരണയുമില്ലാത്ത രീതിയിലാണ് കോൺഗ്രസ് പോകുന്നത്. അതിനെതിരെ ശക്തമായ രീതിയിലാണ് കോൺഗ്രസിനെതിരെ ഇന്ത്യ മുന്നണിയിലെ തന്നെ പ്രമുഖ ഘടകകക്ഷികളെല്ലാം ഒരേ സ്വരത്തിൽ മുന്നിട്ട് വന്നിട്ട് രാഹുൽ ഗാന്ധി മാറണം, ഇതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് നിന്ന് മാറണം, പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറണം, പകരം മറ്റാരെങ്കിലും കൊണ്ടുവരണം, INDA മുന്നണിയുടെ ഭാഗമായെന്നുള്ള ചർച്ച വളരെ വ്യാപകമായിട്ട് രാജ്യത്ത് നടക്കുകയാണ്. ഈ നരേന്ദ്രമോദിക്കും BJPക്കും NDAക്കുമെതിരെ ശക്തമായി വരുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തോതിൽ ഒരു പിടിച്ചുകുലുക്കം തന്നെ നരേന്ദ്രമോദിക്ക് ഗവൺമെൻറ്റിനും ഒരു പിടിച്ചുകുലുക്കം BJPക്ക് കൊടുക്കാൻ INDAക്ക് കഴിഞ്ഞു. ഉത്തർപ്രദേശിലൊക്കെ രാമക്ഷേത്രത്തിൽ ഇരിക്കുന്ന സ്ഥലത്ത് പോലും കോൺഗ്രസ്സാണ് ജയിച്ചത്. ഉത്തർപ്രദേശിൽ വളരെയധികം സീറ്റ് കുറഞ്ഞു. യോഗി ആദിത്യനാഥ് ഭരിച്ചിട്ടും അവിടെ രാമക്ഷേത്രം കൊണ്ടുവന്നിട്ടും ഒരുപാട് സീറ്റ് കുറഞ്ഞു. പക്ഷേ അങ്ങനെയൊക്കെ സീറ്റ് കുറഞ്ഞപ്പോഴും കേവല ഭൂരിപക്ഷത്തിലേക്ക് NDA മുന്നണി പോവുകയും അവരിപ്പോൾ ഭരിച്ചു കൊണ്ട് പോവുകയും ചെയ്യും. ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെയൊക്കെ സപ്പോർട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഭരിച്ചു പോകുമ്പോഴാണ് വളരെ വലിയ തോതിൽ അവരുടെ കുന്നായ്മകളോ കുറവുകളോ കുറ്റങ്ങളോ അഴിമതിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്ന് കാണിക്കാനുള്ള ശ്രമങ്ങൾ നടത്താതെ ഈ സമ്മേളനത്തിൻ്റെ മുന്നിൽ പോയി കാണിച്ചപ്പോൾ കൂടുതൽ കോൺഗ്രസ് അപഹാസിതമായി എന്ന് മാത്രമല്ല, അവർ ഇന്ത്യ മുന്നണിയിൽ ഒറ്റപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പുതിയ ദേശീയ കാഴ്ച. അത് വളരെ സങ്കടകരവുമാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബഹുസ്വര രാജ്യമാണ്.
അതുകൊണ്ട് തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ സാന്നിധ്യമുണ്ട്. അവർ അങ്ങനെ തന്നെ ജനാധിപത്യത്തിൽ തുടരുകയും വേണം. അതുപോലെ ഡിസൻറ്റ് എന്ന് പറയുന്നതാണല്ലോ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. അപ്പോൾ ഇവിടെ ഡിസൻറ്റ് പറയാൻ ആളില്ലാത്ത രീതിയിലേക്ക് കോൺഗ്രസ് അങ്ങ് നശിച്ചു പോകാനും പാടില്ല. എന്നാൽ അവർക്ക് ഉയർന്നു വരാൻ, ഉദിച്ചുയരാൻ കഴിയുന്നുമില്ല. ഇടയ്ക്കൊരു നല്ലൊരു ഹൈപ്പ് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ചാരിയുമായി ബന്ധപ്പെടുത്ത, അല്ലെങ്കിൽ വോട്ട് വാർത്തയുമായി, കള്ളവോട്ടിൻ്റെ കഥകളുമായി വന്നപ്പോഴും, മാത്രമല്ല കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ജോഡോ യാത്രയൊക്കെ നടത്തി വളരെ ഗുഡ് ബുക്കിലൊക്കെ നിന്ന രാഹുൽ ഗാന്ധി പെട്ടെന്ന് ഗ്രാഫ് താഴേക്ക് പോകുന്നതാണ് കാണുന്നത്. അതെന്താണ് സംഭവിച്ചതെന്നറിയില്ല. വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന വിഷയങ്ങളിൽ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരിക, സസ്റ്റൈനബിലിറ്റി കൊണ്ടുവരിക, ഡേറ്റ വളരെ കറക്റ്റായിരിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ഫീൽഡ് വർക്ക് ചെയ്യുക എന്നുള്ളതൊരു സംഘടനാ സംവിധാനം ഇന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദുർബലമായ കോൺഗ്രസ് സംവിധാനം വെച്ചുകൊണ്ട് വല്ല PR കമ്പനികളും തയ്യാറാക്കി കൊടുക്കുന്ന പവർ പോയിൻ്റ് പ്രസൻറ്റേഷനും അവർ തയ്യാറാക്കുന്ന സോഷ്യൽ മീഡിയ ഡേറ്റയും വെച്ചുകൊണ്ടുള്ള കളിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു പോകും. അത് വെച്ചുകൊണ്ട് ആ ആയുധം വെച്ചുകൊണ്ട് നരേന്ദ്രമോദിയെയും BJPയെയും NDAയെയും അടിക്കാൻ കഴിയില്ല. രാഹുൽ ഗാന്ധി ഒരുപാട് ഹോംവർക്ക് ചെയ്യേണ്ടി വരുന്നു. അല്ലാതെ ഈ കാര്യം ഒരു കാരണവശാലും പുറത്താകുന്ന സ്ഥിതിയില്ല, പുറത്താക്കാനും കഴിയില്ല. മാത്രമല്ല, രാജ്യത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് 5 സ്റ്റേറ്റിലാണ് ഇനി തിരഞ്ഞെടുപ്പ് വരുന്നത്. കേരളം കുറേ UDFന് മെച്ചമാണ്. പക്ഷേ ബംഗാളിൽ എന്താണ് സ്ഥിതി, ആസാമിൽ എന്താണ് സ്ഥിതി, തമിഴ്നാട്ടിലെ സ്ഥിതി എന്താണ്? KC വേണുഗോപാൽ പോയി സ്റ്റാലിനെ കണ്ട് ചർച്ചയൊക്കെ നടത്തി, പക്ഷേ എന്തെങ്കിലും ഫലമുണ്ടോ? പുതുച്ചേരിയിൽ എന്താ സംഭവിക്കുക? 5 ഇടങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും കേരളം ഒഴിച്ച് എവിടെയെങ്കിലും കച്ചി തൊടാൻ പറ്റുമോ? കേരളം ഒരു മുന്നണി സംവിധാനത്തിൽ നിന്ന്, അങ്ങനെ ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയൊക്കെ ഒരു മുന്നണി സംവിധാനത്തിൽ നേടുന്ന വോട്ടുകൾക്കപ്പുറമുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ രാജ്യത്ത് എങ്ങനെയാണ് ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ നമ്മുടെ രാജ്യത്ത് അതിൻ്റെ സാൻഡിക്റ്റി, അല്ലെങ്കിൽ അതിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് നേതാക്കളെ കൂടി ആശ്രയിച്ചാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് വളരെയധികം അപഹാസ്യമാകുന്ന ഒരുപാട് കാഴ്ചകൾ കാണുന്നു. അവസാനം യൂത്ത് കോൺഗ്രസിനെ കൊണ്ട് സമരം ചെയ്യിച്ചതിൽ തീർച്ചയായിട്ടും അത് അപഹാസ്യമായിട്ട് വരുന്നൊരു പ്രതിഷേധ പ്രകടനമായി ലോകം വിലയിരുത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം നിൽക്കുന്ന അവസ്ഥ, അഖിലേഷ് യാദവ് അടക്കമുള്ള ആളുകൾ പറഞ്ഞു തുടങ്ങി INDA മുന്നണിക്ക് ഭാവിയില്ല, രാഹുൽ ഗാന്ധി വച്ചൊഴിയണം എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ ഡൽഹിയിൽ നിന്നുള്ള വാർത്ത.